ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം എല്ലാവരും ഈശോയുടെ തിരുപ്പിറവിക്കായിട്ട് കാത്തിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവചനമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. എങ്ങനെയാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചത്? ദൈവ തിരുവചനമായ ഈശോ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലൂടെ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. അതുതന്നെയാണല്ലോ നമ്മൾ ഈ തിരുപ്പിറവിയിൽ ആഘോഷിക്കുന്നതും. പക്ഷേ എങ്ങനെയാണ് ഈ വചനം മാംസമാകുന്നൊരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്? നാം പല രീതിയിൽ ഈ ഒരു തിരുപ്പിറവിക്കായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. പുൽക്കൂടുണ്ടാക്കുന്ന വഴി, പലവിധ ഡെക്കറേഷൻസ് വഴി, പല വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് വഴിയൊക്കെ. പക്ഷേ എങ്ങനെയാണ് നമുക്ക് തിരുവചനം മാംസമായി മാറുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക? പല ദൈവവചനങ്ങൾ നമുക്കറിയാവുന്നതായിട്ടുണ്ട്. മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പറയുന്നത്, മറ്റുള്ളവരെ വിധിക്കരുതെന്ന് പറയുന്ന, മറ്റുള്ളവർക്ക് നന്നായിട്ട് ദാനങ്ങൾ ചെയ്യുവാനായിട്ട് പറയുന്ന, ക്ഷമിക്കുവാൻ പറയുന്ന, ഈ നമുക്കറിയാവുന്ന ഓരോ ബൈബിൾ വചനങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അവിടെ വചനം മാംസമായി മാറുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മളും ഇറങ്ങുകയാണ്. ഞാൻ സാധാരണ ചെയ്യാത്തൊരു കാര്യം, ദൈവവചനം എന്നോട് പറയുന്നത് വഴി ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ആ ഒരു ദൈവവചനം എന്നിലൂടെ ഇവിടെ മാംസമാവുകയാണ്. ഈശോ ഒരു അനുഭവമായി അവിടെ മാറുകയാണ്. നമ്മൾ ഈ വർഷം ക്രിസ്മസിനായിട്ട് തയ്യാറെടുക്കുമ്പോൾ നമുക്ക് ഈ വചനം മാംസമായ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിനോടൊപ്പം തന്നെ മാംസമായി മാറിയ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ മാംസമായി മാറ്റുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവവചനം പഠിച്ചും വായിച്ചും ചിന്തിച്ചും പ്രാവർത്തികമാക്കി നമുക്ക് ദൈവവചനം മാംസമാക്കി മാറ്റാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.